സെക്യൂരിറ്റിയും ഇത്രയും വലിയ ലോക കേരള സഭാ സമ്മേളനങ്ങൾ, വിദേശ യാത്രകൾ, മറ്റ് ഒരാഴ്ചയ്ക്കുള്ള കേരളീയം 27 കോടി രൂപ അടിച്ചു പൊളിച്ചത്, ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്കൊന്നും കടമെടുക്കുന്നില്ലല്ലോ. കടമെടുക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവനും കൊടുക്കാനായിട്ട്. ദർ ഈസ് എ ഡീപ്പ് മോറൽ ഇഷ്യൂ ഹിയർ. കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് വിയറ്റ്നാമിലേക്ക് കയറ്റി അയക്കണം. ഹൗ വിയറ്റ്നാം എക്കോണമി ഈസ് നൗ ഡൂയിങ്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒക്കെ ആണല്ലോ. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി. ഞാൻ അന്തം വിട്ടു. ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഏറ്റവും പാവപ്പെട്ട വീടുകളിലെ വയോധികന്മാർക്കും വയോധികകൾക്കും ഈ 1600 രൂപ, അതിനു മുമ്പ് വളരെ കുറച്ചുള്ള ഒരു തുക കൊടുക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി ഒരു മൂലധനമില്ല അതിന്. അതായത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഞാൻ എടുക്കും, അതെ, അത് എനിക്ക് തോന്നിയ മാതിരി ചിലവാക്കും. പക്ഷെ അച്ഛൻ എന്നോട് ചോദ്യം ചോദിക്കരുത്. ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ കടമെടുപ്പിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ സർക്കാരിന് ഈ ഭരണകൂടങ്ങൾക്കുണ്ടാകുന്ന ഒരു പരാജയം. അതായത് ഈ കടമെടുപ്പിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് എഫിഷ്യൻ്റ് ആക്കാം, അല്ലെങ്കിൽ കടമെടുക്കുന്നതിനെ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, അത്തരമൊരു ആലോചനയുടെ ഫലമായിട്ടാണല്ലോ ഇപ്പോൾ 99-ൽ നയനാർ സർക്കാർ രൂപം കൊടുത്ത ഈ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു സ്കീമിന് അതിനെ ഒന്ന് മാറ്റി ഒന്ന് പുതുക്കിയിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കടമെടുപ്പിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ഘോഷിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു കിഫ്ബി. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിഫ്ബി ആ രീതിയിൽ, അതായത് കേരളത്തിൻ്റെ ഈ പൊതു ധനകാര്യ സമ്പദ് വ്യവസ്ഥ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല അത് സർക്കാരിന് ബാധ്യതയായി മാറുന്ന ഒരു കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കുറേ കൂടി ഇൻട്രോസ്പെക്റ്റീവായിട്ട് നമ്മളെ തന്നെ വിമർശനമായിട്ട് നോക്കണം. എനിക്ക് ഒരു പ്രത്യേക ഗവൺമെൻറ്റിനെ എടുത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഇത് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള, പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കിഫ്ബിയുടെ അതിനെ അമെൻഡ് ചെയ്ത്, അതിൻ്റെ ലോ അമെൻഡ് ചെയ്തിട്ട് ഒരു ഓഫ് ബഡ്ജറ്റ് വിൻഡോ ആണ് അത് ഉണ്ടാക്കിയത്. ഇത് ഓഫ് ബഡ്ജറ്റ് വിൻഡോ അല്ല എന്നുള്ളതാണ് ബഹുമാന്യനായ അന്നത്തെ ധനമന്ത്രി വാദിച്ചത്. അത് തെറ്റാണെന്ന് പരസ്യമായി അദ്ദേഹത്തോട് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബജറ്റിന് പുറത്ത് നടക്കുന്ന ഒരു സാധനമാണ്. അതെ, കാരണം മാത്രമല്ല നിയമസഭയുടെ, അതുകൊണ്ട് നിയമസഭയ്ക്ക് ഇതിനകത്തൊരു അതിൽ രണ്ട് പ്രശ്നങ്ങളില്ല. ഒന്ന്, ഈ നിയമത്തിൽ പറയുന്നത് ഈ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ഭാഗം, ഇത്ര ശതമാനം കിഫ്ബിക്ക് ആനുവൽ ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു. പക്ഷേ കിഫ്ബി എന്ത് ചെയ്യുന്നു, ഏതൊക്കെ പദ്ധതികളാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അസംബ്ലിക്കില്ല. ഇല്ല. അപ്പോൾ യു ആർ ഡൂയിങ് എ വൺ സൈഡഡ്. അത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഞാൻ എടുക്കും, അതെ, അത് എനിക്ക് തോന്നിയ മാതിരി ചിലവാക്കും. പക്ഷെ അച്ഛൻ എന്നോട് ചോദ്യം ചോദിക്കരുത്. പക്ഷേ 2019 CAG റിപ്പോർട്ടിൽ ഈ നിശ്ചിത വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബിക്ക് എല്ലാ വർഷവും ഒരു ചോദ്യവും ചോദിക്കാതെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വരുന്നു. അത് ഉപയോഗിച്ച് അത് ലിവറേജ് ചെയ്ത് അവർ വേറെ കടമെടുക്കുന്നു. പക്ഷേ ആ കടത്തിന് തിരിച്ചു കൊടുക്കാനുള്ള റിട്ടേൺ ഉണ്ടാക്കുന്ന പദ്ധതികളല്ല, സെൽഫ് ലിക്വിഡേറ്റിംഗ് ലോൺസ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദാഹരണം പറയുന്നുണ്ട്. അവർക്ക് വലിയൊരു വരുമാന കോർപ്പസ് തന്നെയുണ്ട്, ടോളായിട്ടും അങ്ങനെ മറ്റുള്ളതൊക്കെ കൺസൾട്ടൻസി ആയിട്ടും ഒക്കെ ആയിട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി കൊടുത്താലും തിരിച്ചു കൊടുക്കുന്നത് അവരാണ്. തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ, then it is national public debt. അതെ, ഇതിപ്പോൾ കിഫ്ബി കടമെടുക്കുന്നു, പക്ഷെ തിരിച്ചു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ കിഫ്ബിയുടെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ യു ആർ ആക്ച്വലി ലിമിറ്റിംഗ് ദി പ്രിവിലേജസ് ഓഫ് ദി സ്റ്റേറ്റ് അസംബ്ലി. ഒന്ന്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി. ഞാൻ അന്തം വിട്ടു. ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഏറ്റവും പാവപ്പെട്ട വീടുകളിലെ വയോധികന്മാർക്കും വയോധികകൾക്കും ഈ 1600 രൂപ, അതിനു മുമ്പ് വളരെ കുറച്ചുള്ള ഒരു തുക കൊടുക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി ഒരു മൂലധനമില്ല അതിന്, ഒരു കുറച്ച് തുക്കട മൂലധനവും 2-3 ആൾക്കാരേ ഉള്ളൂ അതിൽ പ്രവർത്തിക്കാൻ. അത് ആ കടലാസ് കമ്പനിയെ കൊണ്ട് കടമെടുപ്പിച്ച് കോപ്പറേറ്റീവ് സെക്ടറിന് കടമെടുത്ത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബഡ്ജറ്റിനാണ്. അപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് 100 കോടിയാണ് ചിലവാക്കേണ്ടതെങ്കിൽ ഈ കമ്പനി കൂടി എടുക്കുമ്പോൾ 100 കോടി പ്ലസ് 10% ഇൻട്രസ്റ്റ്, ഇപ്പോൾ 110 കോടി ചിലവാക്കണം 100 കോടി കൊടുക്കാൻ. അതെ അതെ. പക്ഷേ ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഏറ്റവും പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കുന്നത്.
കാർ വാങ്ങാൻ കടം കൊടുക്കുന്നില്ലല്ലോ കമ്പനി ഉണ്ടാക്കിയിട്ട്. ഇത്രയും വലിയ സെക്യൂരിറ്റിയും ഇത്രയും വലിയ ലോക കേരള സഭാ സമ്മേളനങ്ങൾ, വിദേശ യാത്രകൾ, ഒരാഴ്ചക്കുള്ള കേരളീയം 27 കോടി രൂപ അടിച്ചു പൊളിച്ചത്, ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്കൊന്നും കടമെടുക്കുന്നില്ലല്ലോ. കടമെടുക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവനും കൊടുക്കാനായിട്ട്. ദർ ഈസ് എ ഡീപ്പ് മോറൽ ഇഷ്യൂ ഹിയർ. പബ്ലിക് മൊറാലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണുള്ളത്. അത് ജനങ്ങൾ ഇത് അറിയണ്ടേ. ഇത് അപ്പോൾ അവരെന്നെയാണ് കാണുന്നത്. മറ്റേ ഇതുമാതിരിയുള്ള ദൂർത്തുകൾക്കും യാതൊരു പരിധിയുമില്ലാതെ നിങ്ങളൊരു മന്ത്രിയോ, അവിടെ ഒന്നും കടത്തിന്റെ പ്രശ്നമില്ല, കടമെടുക്കുന്നില്ല. നിങ്ങളൊരു മന്ത്രിയോ അല്ലെങ്കിൽ നിയമ സാമാജികനോ ആണെങ്കിൽ എത്ര ബില്ല് വേണമെങ്കിലും ആരോഗ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അല്ല, അത് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ 30,000 രൂപയുടെ കണ്ണട അല്ലെങ്കിൽ 40,000 രൂപയുടെ കണ്ണട 27 കോടി രൂപ കേരളീയത്തിന് ചെലവഴിക്കുന്നു. നവകേരള സദസ്സിന് ഒരു ബസ് വാങ്ങുന്നതിന് 1,05,00,000 രൂപ ചെലവഴിക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ ഈ ചോദ്യങ്ങളെയൊക്കെ പക്ഷേ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ നേരിടുന്നത് ഈ നമ്മുടെ ഈ വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, പൊതു ധനകാര്യ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് മുണ്ട് മുറുക്കി കൊടുത്തത് കൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയുണ്ട്. അത് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു ധാർമ്മികതയുടെ വലിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. കാരണം ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പം ജനങ്ങൾ പല ആൾക്കാരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓരോ മന്ത്രിക്കും 25 പേഴ്സണൽ സ്റ്റാഫിനെ വരെ നിയമിക്കാം. അവർക്ക് 2 കൊല്ലം അവർ ജോലി ചെയ്താൽ അവർക്ക് പെൻഷൻ അർഹതയുണ്ട്. ഇതിൻ്റെയൊക്കെ ചിലവാരാ വഹിക്കുന്നത്? ജനങ്ങൾ ബഡ്ജറ്റിൻ്റെ നികുതി എടുത്തിട്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പണ്ട് മുതലേ തന്നെ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ള ആളാണ്. 13 പേഴ്സണൽ സ്റ്റാഫാണ്. ഞാൻ ദേശീയ അസംഘടിത മേഖലയുടെ കമ്മീഷൻ മെമ്പറായി ഡൽഹിക്ക് പോകുന്ന സമയത്ത് സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റാങ്കിലാണ്. ഒരു 2ാം കിട അംബാസഡർ കാറാണ് നമുക്ക് ഇതൊക്കെ തന്നത്. അന്ന് അവിടെ മിക്ക മന്ത്രിമാർക്ക് അംബാസഡർ കാറായിരുന്നു. പിന്നീടാണ് അംബാസഡർ പ്രൊഡക്ഷൻ തന്നെ നിർത്തിയപ്പോഴാണ് ഇപ്പോൾ പുതിയ കാറുകൾ വന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഏറ്റവും മുന്തിയ ഭരണകർത്താക്കൾ വരെ ഇന്നോവ കാറിന് താഴെയുള്ള ഒരു കാർ ഉപയോഗിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? ചിലതൊക്കെ സിംബോളിക് ആയിരിക്കും, ബട്ട് ദാറ്റ് സിംബൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് ലൈഫ്. ദാറ്റ് സിംബൽസ് ആർ വെരി important. നമുക്ക് വി ആർ ഗോയിങ് ത്രൂ എ വെരി സീരിയസ് മോറൽ ഡൈലമ ആസ് വെൽ ഇൻ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെന്റ്. അത് വളരെ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ്. കാരണം ധാർമ്മികമായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ധാർമ്മിക സുദൃഢത എന്ന് പറയുന്നത് അത് നമുക്കില്ലെങ്കിൽ, ധാർമ്മികമായിട്ട് നമ്മൾ പാപ്പരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞത് നമ്മളൊരു മുഴക്കമുള്ള ഒരു ഉപകരണം പോലെയായിട്ട് മാറുന്നു. വെറും പ്രതിധ്വനികളുടെ ഒരു കൂടാരമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ മുന്നോട്ട് വെച്ചൊരു നിരീക്ഷണം ഉണ്ടല്ലോ, അതായത് ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മുന്നോട്ട് വെച്ച ചില മുൻഗണനകൾ അല്ലെങ്കിൽ കൊണ്ടുവന്ന ചില പദ്ധതികൾ അവ ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ തയ്യാറാണ്. അതിന് പകരം ഇപ്പോഴും കിഫ്ബിയുടെയൊക്കെ കാര്യത്തിലൊക്കെ ന്യായീകരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിലെ ഏത് സർക്കാരായാലും ഇത്തരം നടപടികൾ എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പാളിയത അംഗീകരിച്ചുകൊണ്ട് ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ നടക്കും. പക്ഷെ അത് നടക്കുന്നില്ല. അതിൽ 2 വേറെ മേഖലകൾ കൂടിയുണ്ട് ഈ ക്രൈസിസിനെ കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ. അതിലൊന്നാണ് ഈ പദ്ധതികളുടെ പേരിൽ നമ്മൾ അത് നിർവഹിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പണം, സമയനഷ്ടം, ലാഭനഷ്ടം. ഇപ്പം ഞാൻ എൻ്റെ പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചത്, ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ KCBയുടെ അവരും നടത്തുന്ന ഡാമുകളുടെ പണിയും ആദ്യത്തെ ഒറിജിനൽ എസ്റ്റിമേറ്റും പിന്നെ ഒറിജിനലായിട്ട് എത്ര വർഷം വേണമെന്ന് തീരുമാനിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പരക്കും. 5 ഇരട്ടി 6 ഇരട്ടി സമയവും അത്രയും ധനനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കല്ലട, മൂവാറ്റുപുഴ അതുമാതിരിയുള്ള പദ്ധതികൾ 40 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. 40 വർഷം പറഞ്ഞാൽ ഞാൻ പോയി എൻ്റെ മകനും വന്ന് അവൻ റിട്ടയർ ആയിട്ടാണ്, എൻ്റെ പേരക്കുട്ടിക്ക് ആകുമ്പോഴാണ് ഈ മുത്തശ്ശൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി തീരുന്നത്. അതിലൊരു 5 ചീഫ് എഞ്ചിനീയർമാരെങ്കിലും റിട്ടയർ ചെയ്ത് കാണും. അതൊന്നും മാപ്പ് അർഹിക്കാത്ത റിസോഴ്സ് വേസ്റ്റാണ്. അതിനെ എക്കണോമിക്സ് പറയുന്ന സങ്ക് കോസ്റ്റ് എന്നാണ് പറയുക. കാരണം ഈ ഇപ്പം പല 50കളിലും 60കളിലും ഡിസൈൻ ചെയ്ത നമ്മുടെ ഇറിഗേഷൻ പദ്ധതികൾ നെല്ലിന് വേണ്ടിയിട്ടാണ്.
അരിക്ക് വേണ്ടിയിട്ടാണ്, ഗ്രാവിറ്റി ഇറിഗേഷൻ. അതെ, ഇപ്പം നെല്ല് ചെയ്യാൻ സ്ഥലമേ ഇല്ല. ഇല്ല. പകരം മന്ത്രി പറയുന്നത് അപ്പോൾ ഇതിന് മലയാളി കൃഷി ചെയ്തില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി കിട്ടും എന്ന് പറയും. അല്ല, ഞാൻ അതിൻ്റെ ഒരു പരിഹാസ്യത പറയുന്നതാണ്. അതായത് ഈ പണ്ട് അതായത് നെൽകൃഷിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ബാണാസുര സാഗർ മാതിരിയിട്ടുള്ള കണ്ണൂരിലെ പദ്ധതി 44-45 വർഷമായിട്ടും ഇനിയും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതേ സമയത്താണ് പറയുന്നത് എടുത്താൽ പൊങ്ങാത്ത കേരയിൽ മാതിരിയുള്ള. ഞാൻ വാസ്തവത്തിൽ ആ വിഷയത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ കേരയിൽ എന്ന് പറഞ്ഞിട്ട് വളരെ സമൂർത്തമായ ഒരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞത്. ഈ വൻകിട പദ്ധതികൾ ഒരാലോചനയുമില്ലാതെ സംസ്ഥാന ഖജനാവിനെ ചോർത്തിക്കളയുകയും ഒരു ദീർഘകാല അളവിൽ കേരളത്തിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതം ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് വിമർശിക്കപ്പെടുന്ന പദ്ധതികൾ, അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനാണ് ഈ പ്രതിസന്ധികൾക്കിടയിലും ഭരണകൂടങ്ങൾ തിടുക്കം കാണിക്കുന്നത്. കാരണം അതിന് വലിയ വൻ ചെലവുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പങ്കുപറ്റ് സംസ്കാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല, ഇവിടെ പങ്കുപറ്റേ ഇല്ല, അങ്ങനെ ഒരു സംസ്കാരമേ കേരളത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ യാത്രാ സൗകര്യം കൂട്ടുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ലോജിക്ക് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ കേരളിൻ്റെ കാര്യത്തിൽ ഞാൻ ആലോചിച്ചതിൽ അതിൻ്റെ ബേസിക് തന്നെ ദർ ഈസ് നോ ബേസിക് റാഷണൽ ഫോർ എ ഇൻഡിപെൻഡൻറ്റ് കേരള സെൻട്രിക് റെയിൽവേ സിസ്റ്റം. കാരണം ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സംവിധാനം നിങ്ങൾ എടുക്കാൻ പോകാത്ത ആൾ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അന്ന് ഞങ്ങളെമാരുള്ളവരും ഇപ്പോൾ പരിഷത്ത്, ശാസ്ത്രസാഹിത്യ പരിഷത്തിനെ പലപ്പോഴും പ്രോ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം പറയാറുണ്ട്. പക്ഷേ വസ്തുനിഷ്ഠമായി നോക്കിയിട്ടുണ്ടെങ്കിൽ പല പദ്ധതികളുടെയും കാര്യത്തിൽ, പഠനങ്ങളുടെ കാര്യത്തിൽ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അവർ പുറത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞത് എന്താണ്, യാത്രാ സൗകര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നത്? ഇത്രയും 165 കൊല്ലമായി ഇന്ത്യയിലുള്ള ഈ റെയിൽവേ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേയാണ് നമുക്കുള്ളത്. അതിനെ കുറേ കൂടെ നന്നാക്കുക. ഒരു ലൈൻ കൂടി ഇടാനുള്ള സ്ഥലം ഷൊർണൂർ മുതൽ മാംഗ്ലൂർ വരെ ഉണ്ട്. ഈ തെക്കൻ ഭാഗത്താണ് അതിന് സ്ഥലം കുറവ്. സ്ഥലം എടുത്ത് കൊടുക്കുക. സിഗ്നൽ പഴയ സിഗ്നൽ സിസ്റ്റമാണ്. ആ പുതിയ സിഗ്നൽ സിസ്റ്റത്തിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കെൽട്രോണിൻ്റെ അടുത്തുള്ള സ്ഥാപനത്തിലാണ് നടക്കുന്നത്. അതുപോലും പലർക്കും അറിയുന്നില്ല. മോഡേൺ സിഗ്നൽ സിസ്റ്റം അവരത് ലക്നൗവിലെ റെയിൽവേ റിസർച്ച് ലബോറട്ടറി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് പല മേഖലകളിലും ഈ മോഡേൺ സിസ്റ്റം നടപ്പാക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, ഈ സിഗ്നൽ സിസ്റ്റം മോഡേണൈസ് ചെയ്യുന്നു, ഈ കർവുകളെ, ഈ വളവുകളെ സ്ട്രൈറ്റൻ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമി പത്രത്തിലും മറ്റു പത്രങ്ങളിലൊക്കെ വന്നുള്ളത് സാധാരണ ട്രെയിൻ പോലും ഇപ്പോൾ ജനശതാബ്ദി മാതിരിയുള്ള ട്രെയിൻ ഇനി മുതൽ 110 km/h എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2.25 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തും. കേരളയിൽ വന്നാൽ 2.5 മണിക്കൂർ എത്തും. അതിന്റെ പക്ഷേ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു എന്താ പറയുക, വലിയ ഭാരം, ജനങ്ങൾ വഹിക്കേണ്ടി വരുന്ന ഭാരം വളരെ ഭീകരമാണ്, വളരെ വലുതാണ്. ഒന്നാമത് അതിന്റെ സാങ്കേതികം ഗവൺമെന്റ് ജാപ്പനീസിന്റെ കയ്യിലാണ്. 64-68കളിൽ അവർ പരീക്ഷിച്ച റെയിൽവേ സംവിധാനമാണ്. അതിൽ നിന്നൊക്കെ അവർ വളരെ മുന്നോട്ട് പോയി. ഇപ്പോൾ അവരുടെ പഴയ പ്ലാൻ എടുത്ത് നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം. പക്ഷേ അപ്പോൾ അതിൻ്റെ റോളിംഗ് സ്റ്റോക്കും അവർ തന്നെ തരും, പൈസ തരില്ല. അത് വിലയിട്ട് അതും തരും. പക്ഷെ അതിൻ്റെ നോഹോ ആരുടെയിലാണ്, ഇന്ത്യൻ റെയിൽവേയിലില്ല. കാരണം ഇത് നാരോ ഗേജ് ആണ്. അപ്പോൾ അതിൻ്റെ നോഹവും അവർക്ക് അവർ വരും. റീപ്ലേസ്മെൻറ്റ് എവിടെ നിന്ന് വരും? ഇൻ്റഗ്രൽ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് അവിടെ നിന്ന് തന്നെ വരണം, അതും വരും. പക്ഷേ ഇന്നത്തെ റെയിൽവേ സിസ്റ്റത്തിന് അനുസൃതമായി മൻമോഹൻ സിംഗിൻ്റെ കാലത്തു നിന്ന് തന്നെ തുടങ്ങിയ മോഡേണൈസേഷൻ്റെ ഭാഗമായി ആയിട്ടാണ് ഈ വന്ദേ ഭാരത് പേര് മാത്രമേ ഇവർ. കേരളിന് വേണ്ടി ഇപ്പം രണ്ടാം പിണറായി സർക്കാർ വന്നിട്ട് ആദ്യ ഒരു 1.5 വർഷത്തോളം ഈ കേരളിൻ്റെ പിന്നാലെയായിരുന്നു. അതിനുവേണ്ടി ചെലവഴിച്ച സമയം, ഊർജം, അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ഉള്ള ഏറ്റുമുട്ടലുകൾ. അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോഴും സർക്കാർ പറയുന്നത്, സംസ്ഥാന സർക്കാർ പറയുന്നത് കേരളയിൽ അടഞ്ഞ അധ്യായമല്ലെന്നാണ്. അതായത് ഇത്തരം തിരിച്ചടികൾ, അതിൻ്റെ ഒരു റിയാലിറ്റി, ഒരു റിയലിസ്റ്റിക് ഒരു അസസ്മെന്റ് ഇല്ല, വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് DPR ഇല്ലാതെ
ഒരു പദ്ധതിയെക്കുറിച്ച് എന്ത് വന്നാലും നടത്തും എന്ന് പറയാൻ പറ്റും. അതെ. സാങ്കേതികമായിട്ട് അപൂർണമായിട്ടുള്ള DPR, എക്കണോമിക് അനാലിസിസ് അതിൽ അപൂർണം, സോഷ്യൽ അനാലിസിസ് അതിലില്ല, എൻവയറമെൻ്റൽ അനാലിസിസ് അവർ നേരത്തെ ചെയ്തത് അവർ തന്നെ പിൻവലിച്ചു. അത് വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു, ഇതേവരെ ചെയ്തിട്ടില്ല. അത് പരിഷത്താണ് അവരുടെ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിച്ചത്. അതിൽ വളരെ ഭീകരമായിട്ടുള്ള വസ്തുതകളാണ് ഈ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വസ്തുതകൾ ഒരു ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു ജനാധിപത്യ ക്രമത്തിന് യോജിച്ചതല്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെ മാത്രമല്ല ഞാൻ തീർച്ചയായിട്ടും ഈ ധനകാര്യ പ്രതിസന്ധിക്ക് പല ഇപ്പം പബ്ലിക് സെക്ടറിൻ്റെ കാര്യം എടുത്തു. പബ്ലിക് സെക്ടറിന് അല്പസ്വല്പം ലാഭം ഉണ്ടാക്കുന്ന ഒരു 10-40 കമ്പനികളുണ്ട്. 3 കോടി, 5 കോടി, 12 കോടി. മറ്റ് 10, 50, 60 സ്ഥാപനങ്ങൾ വർഷാവർഷം നഷ്ടത്തിൽ. അതിൽ ഭീമനഷ്ടമുള്ള 4-5 ആൾക്കാരുണ്ട്. KSRTC, KSEB, KWA, സിവിൽ സപ്ലൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആ നഷ്ടം എന്ന് പറയുന്നത് 2011 വരെ 500 കോടി 600 കോടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2000 കോടിയായി. അപ്പോൾ ഗവൺമെൻറ്റിന് നന്നായി പബ്ലിക് സെക്ടർ നടത്തി ലാഭമുണ്ടാക്കി, മിച്ചമുണ്ടാക്കി, ആ മിച്ചത്തിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ്റിന് കൊടുക്കാനാണ് പൊതുമേഖലയുടെ ബാധ്യത. ആ മിച്ചത്തിൽ നിന്ന് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പബ്ലിക് സെക്ടറിൻ്റെ ഒരു ലോജിക്ക്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക്, കാരണം നല്ല ഡീസൻറ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ടാവും, സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടും, മറ്റ് പിന്നെ ആനുകൂല്യങ്ങളുണ്ടാവും, ചൂഷണം കുറയും. പക്ഷേ തൊഴിൽ മേഖലയിൽ ചൂഷണം കുറയും, കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ വരുന്നു, വളരെ മാന്യമായ തൊഴിലുകൾ. കേരളം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ. അതിൽ തന്നെ സാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ ഇടയിൽ, ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുടെ ഇടയിൽ ഉള്ള തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അവർക്ക് ഈ മൊബിലിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു കാരണമായിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ ഈ പുതിയ തലമുറയിൽ ഒരുപാട് ചെറുപ്പക്കാർ സംസ്ഥാനം വിട്ടു പോകുന്നുണ്ട്. അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതേസമയം കേരളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ച് കേരളം ഒരു വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഒരു ദിവസക്കൂലി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ മറ്റു തലങ്ങളിൽ, അതായത് ഈ ഡിഗ്നിറ്റി ഓഫ് ലേബറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ആ രീതിയിലുള്ള മാന്യമായ തൊഴിലുകൾ കിട്ടാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. ഇപ്പോൾ അടുത്തിടെ നമ്മുടെ മുൻ RBI ഗവർണർ രഘുറാം രാജൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ദേശീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ തൊഴിൽ മേഖലയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകാതെ നമ്മൾ ഹൈലി സ്കിൽഡായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലികൾ കിട്ടുന്ന ഇപ്പോൾ ചിപ്പ് ഡിസൈൻ പോലെയൊക്കെയുള്ള ആ മേഖലകളിലേക്കാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. ഇന്ത്യ അല്ലാതെ ഈ വളരെ ചെറിയ തൊഴിലുകളുടെ കാര്യത്തിലല്ല ചൈനയുമായിട്ട് മത്സരിക്കേണ്ടത്. ചൈന അമേരിക്കയുമായിട്ട് മത്സരിക്കുന്ന ഒരവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. പകരം വളരെ ഹൈലി സ്കിൽഡായിട്ടുള്ള ഒരു യുവസമൂഹത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് ഇന്ത്യ ചെയ്യേണ്ടത്. കേരളം വാസ്തവത്തിൽ അത്തരം ഒരു ചിന്ത എന്തുകൊണ്ട് നടത്തുന്നില്ല? അതായത് നമുക്ക് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വാസ്തവത്തിൽ ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഈ മാറി വരുന്ന ചിന്തകൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാറി വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനോട് പ്രതികരിക്കുന്നതിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയുന്നില്ല. നമ്മുടെ സർവകലാശാലകളിൽ പുതുതായിട്ട് ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തലങ്ങളിലൊക്കെ കാര്യമായ ഒരു പുനർവിചിന്തനം നടക്കേണ്ടതല്ലേ? അതെ, അതിൽ ഞാൻ തൊഴിലില്ലായ്മയായിട്ട് കണക്ട് ചെയ്തിട്ട് തൊഴിലില്ലായ്മയായിട്ട് പറയുമ്പോൾ 2 പാർട്ടായിട്ട് പറയാം. ഒന്ന്, ഡോക്ടർ രഘുറാം രാജൻ പറഞ്ഞത് ദേശീയ തലത്തിലുള്ള ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. അതിൽ എനിക്ക് മുഴുവനായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ചിപ്പ് ഡിസൈൻ അതുമാതിരിയുള്ള സെമി കണ്ടക്ടർ ബേസ്ഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള നിക്ഷേപം ദേശീയ തലത്തിൽ നടത്തണം. തായ്വാനിൽ എന്തുകൊണ്ടാണ് അവരാണ് ഇപ്പോൾ ചിപ്പ് സപ്ലൈ ചെറിയ, കാരണം വളരെ കാലം മുമ്പ് തന്നെ അതിന് വലിയൊരു അമേരിക്കക്കാരുടെ സഹായത്തോടു കൂടിയിട്ട്, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നടത്തിയതാണ്. ഇപ്പോൾ അത് അവരുടെ പ്രോഡക്റ്റ്സ് ചൈനയ്ക്ക് കിട്ടാതാവുന്ന സമയത്താണ് ചൈന പറഞ്ഞ് ഞങ്ങളുടേതായിട്ടുള്ള
സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നു പറഞ്ഞു. അതിനുള്ള സർപ്ലസ് അവർക്കുണ്ട്. അതെ. അപ്പോൾ ഇതൊരു ദേശീയ ഇത് വേണമെന്ന് എനിക്ക് ഇതുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പ്രാപ്തരായവരെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രധാനമായും 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷവും. ഈ 10ാം ക്ലാസ് പാസ്സാവാത്ത ആൾക്കാർക്ക് ശരിക്കും ഒരു ലെറ്റർ കൂടി എഴുതാൻ അറിയാത്തവർക്ക് നിങ്ങൾ ചിപ്പ് ഡിസൈൻ കൊടുക്കണം എന്ന് പറഞ്ഞാലോ സാധിക്കും. സോ ഇറ്റ് ഈസ് റെലവൻറ്റ് ഓൺലി ഫോർ എ വെരി സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ഹൈലി എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. അങ്ങനെയുള്ളവർ കാലിഫോർണിയയിൽ പോയി കഴിഞ്ഞു. എത്രയോ ഇന്ത്യൻ ചിപ്പ് ഡിസൈനേഴ്സാണ് കാലിഫോർണിയയിലും അതുമാതിരി യൂറോപ്യൻ കൺട്രീസിലും പോയിട്ടുള്ളത്. അവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ, അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇന്ത്യക്കൊട്ടാകെ പറഞ്ഞാൽ ദേ ഹാവ് ടു ക്രിയേറ്റ് റൂറൽ എംപ്ലോയ്മെൻറ്റ്. കാരണം ഈ അഭ്യസ്തവിദ്യരല്ലാത്ത അവർ ഏറ്റവും കൂടുതൽ ഗ്രാമീണ പ്രദേശങ്ങളിലാണ്. അതേ സമയത്ത് തന്നെ 10ാം ക്ലാസ് പാസ്സായ അഭ്യസ്തവിദ്യർക്ക്. അപ്പം നമുക്കൊരു ട്വിൻ പ്രോബ്ലംസാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ 10ാം ക്ലാസ് പാസ്സായവരാണ് ഇപ്പം മെജോറിറ്റി. ഇപ്പം നിങ്ങൾ 40 വയസ്സിന് താഴെയുള്ള 20 വയസ്സിന് മുകളിലുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ എടുത്തു കഴിഞ്ഞാൽ 78% ആൾക്കാർ ചുരുങ്ങിയത് 10ാം ക്ലാസ് പാസ്സായവരാണ്. അതിൽ തന്നെ കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാന 2 മാറ്റങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ കാർഷിക മേഖല തകർന്നതോടുകൂടി, പ്രത്യേകിച്ച് നെല്ലിൻ്റെ ഉൽപ്പാദനം തകർന്നതോടുകൂടി അവിടെ ആൾക്കാരെ വേണ്ടാതായി. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് സ്ത്രീകളെയാണ്. ഈ പരമ്പരാഗതമായിട്ട് കാർഷിക വൃത്തിക്ക് പോകുന്നത് ഇപ്പോൾ അമ്മമാരായിട്ടുള്ളവർ. അപ്പോൾ അവർ ഈ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടുള്ള നമ്മുടെ റേഷൻ, മിഡ് ഡേ സ്കൂളുകളിലെ ഉച്ചഭക്ഷണം, അംഗനവാടി, സാമൂഹ്യ പെൻഷൻ ഇങ്ങനെയുള്ള താങ്ങുകളുള്ളത് കൊണ്ട് അവർക്ക് ഒരു ദാരിദ്ര്യം വലിയ തോതിലില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു. പക്ഷേ അവരുടെ മക്കൾ പഠിച്ചു, സ്കൂളുകളിലും പോകാനായി, 10ാം ക്ലാസ്സെങ്കിലും എത്താറായി. അങ്ങനെ വന്നപ്പോൾ പെൺകുട്ടികളെ പ്രത്യേകിച്ചും ഞങ്ങൾ ജോലി ചെയ്തിരുന്ന വളരെ ശ്രമകരമായിട്ടും സാമൂഹ്യമായി യാതൊരു വിലയുമില്ലാത്ത ഒരു സ്റ്റാറ്റസും ഇല്ലാത്ത ഈ ജോലിക്ക് വിടാൻ അവർക്ക് താല്പര്യമില്ല. ആ വിടവിൽ പിന്നെ കൺസ്ട്രക്ഷൻ മേഖല വളർന്നു. ഈ ഗൾഫ് വന്നതോടുകൂടി കൺസ്ട്രക്ഷൻ മേഖല വളർന്നപ്പോൾ പണ്ട് പാടത്ത് പണിയിരുന്ന പുരുഷന്മാരുടെ മക്കൾ മുഴുവൻ കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് വന്നു. അതിലൊരു ഭാഗമാണ് ആദ്യകാലത്തെ ഗൾഫിൽ കൺസ്ട്രക്ഷൻ ഇതിനായിട്ട് പോയത്. ഇപ്പോൾ അവരുടെ സംഖ്യ കുറഞ്ഞു, കാരണം നമ്മുടെ വേതനം വളരെ കൂടി എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടുത്തെ കൺസ്ട്രക്ഷൻ ബൂം കഴിഞ്ഞു. അവിടെ ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ളവർ ഗൾഫിലുള്ളവരിൽ 30% പേര് ചുരുങ്ങിയത് ഒരു ഡിഗ്രിയെങ്കിലും ഉള്ളവരാണ്. നേരത്തെ അത് 10%, 5% നേരത്തെ 90കളിലൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു വ്യത്യാസം വന്നത്. അപ്പോൾ വീടുകളിൽ ഈ റെമിറ്റൻസ് വരാൻ തുടങ്ങിയതോടുകൂടി ഇവിടെ കൺസ്ട്രക്ഷൻ ബൂമും കൂടി വന്നപ്പോൾ കാസർഗോഡുള്ള ഈ കാർഷിക വൃത്തിയിൽ ജോലി നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് എറണാകുളത്ത് വന്ന് കൺസ്ട്രക്ഷൻ ലേബർ ആവാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ആണുങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. കാരണം അവർക്ക് ഈ കയറ്റിറക്ക് തൊഴിലോ അതുമാതിരി പെട്ടെന്ന് കൂടുതൽ വേതനം കിട്ടുന്നത് ഇല്ലെങ്കിൽ ഗൾഫിലോട്ട് പോവുക, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റ് മാർഗങ്ങൾ പോവുക എന്നുള്ളതാണ്. സോ ശരീര അധ്വാനത്തിനുള്ള ലേബർ മാർക്കറ്റിൽ ഇവിടെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മറ്റ് മൈഗ്രൻ്റ് ലേബറെ ഇവിടെ കോൺട്രാക്ടർമാരാണ് ആദ്യം കൊണ്ടുവന്ന്, പിന്നെ അതൊരു ഫ്ലോ ആയി. പിന്നെ ഈ പാവപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർ കൂടുതൽ. അവർ വളരെ മൊബൈലാണ്. ഇന്നിപ്പോൾ കൺസ്ട്രക്ഷൻ ഇവിടെ ആയിരിക്കും, അത് കഴിഞ്ഞ് അവരെ കൊണ്ടുപോകുന്നത് 30 കിലോമീറ്റർ ദൂരത്തുള്ള വേറൊരു സൈറ്റിലേക്കായിരിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ മാതിരിയുള്ള പ്രിഫറൻസ് ഒന്നുമില്ല, എവിടെ പോയിട്ടും ജോലി ചെയ്യാം എന്നുള്ളത്. അതേസമയം വിദ്യാസമ്പന്നരായിട്ട് ഇവരുള്ള പുരുഷന്മാരെന്ത് ചെയ്തു? താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി സാധിക്കുന്നവരെല്ലാം പുറത്തുപോയി, ഗൾഫിലും ഒക്കെ ആയിട്ട് പുറത്തുപോയി. അതുകൊണ്ട് ഇപ്പോൾ പഠനത്തിൽ കാണിക്കുന്നത് പുരുഷന്മാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് കേരളത്തിൽ കുറഞ്ഞു, പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ളവരുടെ. പക്ഷെ സ്ത്രീകൾക്ക് ഇത്രയും മൊബിലിറ്റി ഇല്ല. കാരണം ഈ ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാരിൽ ഞങ്ങളുടെ CDS പഠനം അനുസരിച്ച് കണ്ടത് 80% പുരുഷന്മാരാണ്. ബാക്കിയുള്ള സ്ത്രീകൾ കുറച്ച് പേര് നഴ്സിംഗ് അതുമാതിരിയുള്ള മേഖലകളിൽ അത് പരമ്പരാഗതമായിട്ട് പോകുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടെ പോയിട്ടുള്ളവരേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഭാര്യമാരായിട്ടൊക്കെ പോകുന്നവർ, പിന്നെ അവിടെ പോയാൽ ടീച്ചർമാരായിട്ടോ ഒക്കെ ജോലിയെടുക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഒരു മിഡിൽ ക്ലാസ് MA പാസ്സായ BA പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് കാസർഗോഡ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും, ഓ ഇത്രയും ദൂരം പോകണ്ട, നീ ഇവിടെ ജോലി കിട്ടുകയാണെങ്കിൽ നിന്നാൽ മതി. ഒരു ആൺകുട്ടിയാണെങ്കിൽ അത് പറയില്ല, അവൻ എവിടെ വേണമെങ്കിലും പോവാം. പെൺകുട്ടികൾക്ക് പോയി താമസിക്കാനും സ്വന്തമായിട്ട് സ്വയം സഞ്ചരിക്കാനും എന്തു തന്നെ പറഞ്ഞാലും പുരോഗമനം പറഞ്ഞാലും മൊബിലിറ്റി ഓഫ് വിമൻ ആർ സ്റ്റിൽ ലിമിറ്റഡ്. അതുകൊണ്ട് എന്തായി, അവർ പഠിച്ചിരിക്കും ഇങ്ങനെ പഠിച്ച് BA കഴിഞ്ഞാൽ MA കഴിഞ്ഞാൽ MA കഴിഞ്ഞാൽ പിന്നെ B.Ed, ഇങ്ങനെ ഓരോ ഡിഗ്രികൾ എടുത്ത് വരും. അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങോ സ്ട്രാറ്റജിക് പ്ലാനോ നമുക്കില്ലാതെ പോയി. അപ്പോൾ ഒരു ചെറിയൊരു ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മൊത്തം കണക്ക് 2019-20 കോവിഡിന് മുമ്പുള്ള കണക്ക് നോക്കിയപ്പോൾ അതൊന്ന് മാത്രം ഒന്ന് പറയാം. ഇപ്പോൾ 10ാം ക്ലാസ് ബിരുദം മാത്രം നേടിയ എന്നാൽ ജോലി ഇല്ലാത്ത, വേറെ ഇപ്പോൾ പഠനത്തിലൊന്നും ഏർപ്പെടാത്ത, പഠനം കഴിഞ്ഞ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ സംഖ്യ പുരുഷന്മാരുടെ എടുത്താൽ 2.5 ലക്ഷത്തോളം വരും, 2.4 ലക്ഷം വരും. സ്ത്രീകളുടെ എടുത്താൽ 9 ലക്ഷം വരും. 9 ലക്ഷം 9 ലക്ഷം സ്ത്രീകൾ, ഈ 9 ലക്ഷം സ്ത്രീകൾ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുകയാണ്. തൊഴിലില്ലാതെ, അതേസമയം ഒരു ചുരുങ്ങിയത് അവർക്ക് ഒരു ബിരുദമെങ്കിലും കയ്യിലുണ്ട്, ചുരുങ്ങിയതൊരു ബിരുദമെങ്കിലും കയ്യിലുണ്ട്. അതിൽ തന്നെ ടെക്നിക്കൽ ബിരുദമുള്ളവർ, ടെക്നോളജി എഞ്ചിനീയർമാരുള്ളവർ എടുത്താൽ പുരുഷന്മാർ ഒരു കഷ്ടിച്ച് 1,98,000 ആൾക്കാർ ജോലിയില്ലാതെ നിൽക്കുന്നു. 2.6 ലക്ഷം സ്ത്രീകളാണ് ടെക്നിക്കൽ ബിരുദമെങ്കിലും ഉള്ള ചുരുങ്ങിയത് സ്ത്രീകൾ. അതിൽ തന്നെ മറ്റ് ബിരുദം, നോൺ ടെക്നിക്കൽ ബിരുദം നോക്കിയാൽ സ്ത്രീകൾ 6.5 ലക്ഷം, പുരുഷന്മാർ 1.5 ലക്ഷം. ഇതിൽ വേറൊരു കുറേ കൂടി ആകാംക്ഷ ഉളവാക്കുന്നത് ബിരുദാനന്തര ബിരുദം. ആ ബിരുദാനന്തര ബിരുദം എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം സ്ത്രീകളാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും ഉള്ള സ്ത്രീകൾ കേരളത്തിൽ തൊഴിലില്ലാതിരിക്കുന്നത്. 3 ലക്ഷം. ആണുങ്ങൾ അതിൽ 46,000 ഉള്ളൂ. അല്ലേ? അപ്പോൾ ഇതാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് എഡ്യൂക്കേറ്റഡ് ലേബർ പവർ. ആ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത്. ഇങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്നു. അതിൽ തന്നെ സ്ത്രീകളാണ് വലിയ വിഭാഗം സ്ത്രീകളാണ്. ഈ ഒരു പരിസരത്തിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ, അതായത് ഇപ്പോൾ അതൊരു വിവാദമായ ഒരു സംഗതിയാണ്. ഇപ്പോൾ കിറ്റക്സ് പോലുള്ള ഒരു കമ്പനി കേരളം വിട്ടുപോകുന്നു. അപ്പോൾ അവർ പറയുന്നത് കേരളം തീരെ വ്യവസായ സൗഹൃദമല്ല, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണ നൽകുന്ന തെലങ്കാന പോലൊരു സംസ്ഥാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. ഈ ഒരു വിവാദത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇപ്പോൾ കിറ്റക്സ് വിവാദം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് കേസാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അനുമാനം അത് ചിലപ്പോൾ പ്രാദേശിക പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർന്നതാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ നോം. അങ്ങനെ എല്ലാവരെയും നമ്മൾ അടിച്ചു ഓടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ വേറൊരു തലത്തിൽ പറഞ്ഞാൽ കേരളത്തിന് ഈ 70കളുടെയും 80കളുടെയും കാലഘട്ടത്തിലുള്ള തൊഴിൽ സംഘടനകളും തൊഴിൽ പ്രശ്നങ്ങളും മൂലം ലേബർ അൺഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ളൊരു ടാഗ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ കൽക്കട്ടയിൽ നിന്നോ വ്യവസായികൾ പുതിയ സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ആകർഷകം തമിഴ്നാടും കർണാടകവുമാണ്. കാരണം അവിടെ ലാൻഡും കുറേ കൂടെ ചീപ്പാണ്, ലേബറും ചീപ്പാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി, ടെക്നോളജി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. കേരളത്തിന് ലാൻഡ് പിന്നെ വില കൂടുതലാണ്, പക്ഷേ കുറേ കൂടെ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള ലേബറാണ്, അവർക്ക് കൂടുതൽ ഉയർന്ന വേതനം നൽകണം. അപ്പോൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യാം? എക്കണോമിക്സിൽ അതിനുള്ള ഒരേ ഒരു വഴി ലേബർ പ്രൊഡക്ടിവിറ്റി ഇവിടെ കൂടുതലായിരിക്കണം. നിങ്ങൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഔട്ട്പുട്ട് ഒരു 1000 രൂപയുടെ മൂല്യമുള്ളതാണെന്ന് വയ്ക്കൂ. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം 400 രൂപയാണ്. അപ്പോൾ 40% നിങ്ങൾക്ക് വേതനമായി പോകുന്നു. ഇവിടെ 60% കൊടുക്കണം, 600 രൂപ കൊടുക്കണം. അപ്പോൾ 1000 രൂപയാണ് ഔട്ട്പുട്ടെങ്കിൽ. പക്ഷേ എൻ്റെ 1200 രൂപയാണ് ഔട്ട്പുട്ടെങ്കിലോ അല്ലെങ്കിൽ 1300 രൂപയാണ് ഔട്ട്പുട്ടെങ്കിലോ, അപ്പോൾ അത് അവിടുത്തെ 40% തന്നെയായി ഇവിടുത്തെയുമായിട്ട്. അപ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ഇൻഡസ്ട്രി, ഹൈ ലേബർ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ഇൻഡസ്ട്രി ഈസ് ദ ആൻസർ, തിയററ്റിക്കൽ ആൻസർ ഫോർ കേരള. അപ്പോൾ അതിനെന്ത് വേണം? ഈ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഉയർന്ന സാങ്കേതിക വിദ്യ പ്രയോഗിക്കാൻ സാധിക്കുന്ന രംഗങ്ങളിൽ നമുക്ക്
ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് വേണം. അതിന് ഒരു ഉദാഹരണം മാത്രം പറയാം. ഹെൽത്ത് സെക്ടർ ഡിമാൻഡ് വേണം ആദ്യം. ഈ അപ്പോൾ കേരളം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ്, കേരളത്തിന് മുന്നിലോട്ടുള്ള വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ദാറ്റ് യു നീഡ് എ സ്ട്രാറ്റജിക് പോളിസി ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. സ്ട്രാറ്റജിക് പോളിസി എന്ന് പറഞ്ഞാൽ ലേബർ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഏതും ആകർഷിക്കാന്നുള്ളതല്ല. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഉയർന്ന വേതനം, ഇപ്പോൾ അമേരിക്കയിൽ പോയാൽ നിങ്ങൾ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു ഡ്രൈവറായിട്ട് അവിടെ പോയാൽ 5 ഇരട്ടി കിട്ടും. കാരണം എന്താണ്? അവിടുത്തെ അതനുസരിച്ചുള്ള ജീവിത നിലവാരവും ഇൻകവും ടെക്നോളജിയുമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഡിമാൻഡ് വേണം. ഡിമാൻഡ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ ഡിമാൻഡ് ധാരാളമുള്ള മേഖലകളുണ്ട്. ഹെൽത്ത് സെക്ടർ എത്ര സ്ഥാപനങ്ങളാണ്, ആശുപത്രികളായിട്ടും മറ്റ് ഡയഗ്നോസ്റ്റിക്സ്, എത്ര മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ. ഈ ചുറ്റുന്ന പഞ്ഞി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഈ എന്താണ് അതിൻ്റെ ആ ഷീറ്റിന് പറയുക, ഈ തുണി ഈ പലമാതിരി ബാൻഡേജ് കെട്ടാനുള്ള അതുണ്ടാക്കുന്നുണ്ടോ? സൂചി ഉണ്ടാക്കുന്നുണ്ടോ? ലെറ്റ് അലോൺ MRI മെഷീൻ ഇല്ലെങ്കിലും ആകെ നമ്മൾ ഉണ്ടാക്കുന്നത് ഭാഗ്യവശാൽ ചില പ്രൈവറ്റ് ആൻറ്റർപ്രനേഴ്സ് ഇപ്പോൾ എറണാകുളത്തുള്ള ഈ ഡെൻറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു കമ്പനിയുണ്ട്. ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വന്ന് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ 10,500 പേരെ ഇരുത്തി ലോകത്തിലെ ഡിമാൻഡിൻ്റെ 25% ഡെൻറ്റൽ പ്രോഡക്ട്സ് ആ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് കഴിവുള്ള ആൾക്കാരുണ്ട് നമുക്ക്. അവരെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി വേണം. കാരണം ഇത് ഇൻറ്റേർണൽ ഡിമാൻഡും ഉണ്ട്, എക്സ്റ്റേണൽ ഡിമാൻഡും ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല വിധത്തിൽ നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സും മരുന്നുകളും ഇപ്പോൾ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതേവരെ കേട്ടിരുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമല്ലേ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളും വിദ്യാസമ്പന്നരുമായിട്ടുള്ളവർ? എന്തുകൊണ്ട് നമുക്ക് ആകർഷിക്കാൻ പറ്റില്ല? പിന്നെ ഈ മരുന്നുകളും എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ കയറോ കശുവണ്ടി ഉണ്ടാക്കുന്ന ഹൈ വോള്യൂം പ്രോഡക്ട്സ് അല്ല, ലോ വോള്യൂം പ്രോഡക്ട്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഈസി. ഇന്ന് രാവിലെ പ്ലെയിൻ കയറ്റി അയച്ചാൽ 3 മണിക്കൂർ കൊണ്ട് ഗൾഫിലെത്തും ആ മരുന്നും ആ എക്യുപ്മെൻറ്റ്. സോ വി ഹാവ് ടു തിങ്ക് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് വലിയ മാനുഫാക്ചറിങ് കൺട്രി ഒന്നുമല്ല, പക്ഷെ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രിസിഷൻ ഇൻസ്ട്രുമെൻസും അവരുണ്ടാക്കും. വാച്ച്, കത്തി, മെഡിക്കൽ നൊവാർട്ടിസ് മാതിരിയുള്ളത്, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രിസിഷൻ മെഷീൻസ്, കമ്പ്യൂട്ടർ എയ്ഡഡ്. സോ വി നീഡ് എ മച്ച് മോർ നുവാൻസ്ഡ് പോളിസി. പക്ഷേ ഇന്നത്തെ രംഗം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ബ്ലോക്ക് ഉണ്ട്. കേരള ഈസ് നോട്ട് സൂട്ടബിൾ. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിന് ഈ പറഞ്ഞ പോലെ അത് ഒരു കെട്ടുകാഴ്ചകൾ മാത്രം വെച്ചിട്ട് കാര്യമില്ല. അതായത് ചെയ്യുന്നത് ഒരു ഓപ്റ്റിക്സിന് വേണ്ടിയിട്ട്, അതായത് ജനങ്ങൾക്ക് ചില സംഗതികൾ ഇട്ടു കൊടുക്കുന്നു, ജനങ്ങൾ പെട്ടെന്ന് ആ കാഴ്ചയുടെ പിന്നാലെ പോകുന്നു. അങ്ങനെയുള്ള ഒരു സമീപനത്തിൽ നിന്ന് മാറിയിട്ട് വളരെ ന്യൂവാൻസ്ഡ് ആയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? യു ഷുഡ് ഹാവ് എ കോൺസ്റ്റന്റ് ഡയലോഗ് വിത്ത് ദം. അല്ലാതെ എറണാകുളത്ത് വലിയൊരു എന്താണ് അന്നത്തെ ഒരു ബിസിനസ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ജിം നടത്തി, അവരെ വലിയ ഹോട്ടലിൽ കൊണ്ടുവന്നു, കുറേ പ്രസംഗങ്ങൾ നടത്തി, 10,000 കോടിയുടെ അണ്ടർസ്റ്റാൻഡിങ് വന്നു. അതിൽ 1 കോടി പോലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് കേരളത്തിൻ്റെ ഭരണാധികാരികൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും, അവർ ഒരു വളരെ കാര്യമായിട്ട് ഒരു ആത്മപരിശോധന നടത്തണം. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ മുന്നോട്ട് വെച്ചതുപോലെ ഒരു കോൺസ്റ്റന്റ് ഡയലോഗ്, അത് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ചുകൂടെ കൃത്യമായ ഒരു സംവാദം. കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് വിയറ്റ്നാമിലേക്ക് കയറ്റി അയക്കണം. ഹൗ വിയറ്റ്നാം എക്കോണമി ഈസ് നൗ ഡൂയിങ്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒക്കെ ആണല്ലോ. വൺ ഓഫ് ദി എമർജിങ് ടൈഗേഴ്സ് നൗ. അത് കാർഷിക പ്രോഡക്റ്റ് ആയാലും ശരി, കുരുമുളകായാലും എന്താണ് നമ്മുടെ കാടകമായാലും മറ്റുള്ള കാര്യങ്ങളായാലും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ആയാലും, ബാംബു കൊണ്ട് പലവിധ ഉപകരണങ്ങളും, മേശയും കസേരയും കിടക്കയും ഓഫീസും എല്ലാം ഉണ്ടാക്കുന്ന ബാംബു പ്രോഡക്ട്സ് ആയാലും, ഐക്കിയ എന്ന് പറഞ്ഞ ഫേമസ് ഉണ്ടല്ലോ, അവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഷോറൂമിലെല്ലാം ബാംബു പ്രോഡക്ട്സ് ഫ്രം വിയറ്റ്നാം. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് നേരിട്ട് സിംഗപ്പൂരിലെ ഐക്കിയയിൽ പോയ സമയത്ത്. ആൻഡ് ദേ ആർ സ്പ്രിൻറ്റിങ്.
വിയറ്റ്നാം ഈസ് പ്രിൻറ്റിങ്. എന്തുകൊണ്ടാണ് അവിടെ അത് സാധിക്കുന്നത് എന്നുള്ള കാരണം. പക്ഷെ പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ ട്രേഡ് യൂണിയനിസം ഈസ് പഴഞ്ചൻ കരിയറിസ്റ്റ് ഇൻസൈഡർ ട്രേഡ് യൂണിയനിസമാണ്. അതായത് സ്വന്തം അവരുടെ ബാർഗെയിനിങ്ങിന് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സമൂഹത്തിൻ്റെ മുഴുവൻ തൊഴിൽ സൃഷ്ടിക്കാനല്ല താല്പര്യം, തൊഴിൽ കിട്ടുമ്പോൾ അതിൽ എത്ര കൂടുതൽ എടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് എ ഷോർട്ട് ടേം. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഈ പ്രതിസന്ധികൾക്കിടയിൽ, ഈ കരിനിഴലുകൾക്കിടയിൽ, ഈ കാർമേഘങ്ങൾക്കിടയിലും പ്രതീക്ഷയുടെ ആ ഒരു നാളമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ടണലിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ ലോകം നന്നാകും, കുറേ കൂടി ഒരു നല്ല ലോകത്തിലേക്കായിരിക്കും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, ആ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അപ്പോൾ കേരളത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു വെരി മച്ച്.